ഞാൻ ഇവിടുത്തെ MLA ആണ്, സമ്മതിച്ചു. കാര്യങ്ങളുടെ പോക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അസംബ്ലിയിലേക്ക് പോകുന്നില്ല. ഈ നാട്ടിലെ ഗുണ്ടകളെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഇവിടെ തന്നെ കൂടാം. എന്താ? പോലീസ് ഒന്നും ചെയ്യുന്നില്ല, പഞ്ചായത്ത് കൈവലത്തി. സാറും കൂടെ കൈയൊഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. നിങ്ങളുടെ പ്രദേശത്ത് കൈക്കരുത്തുള്ള ആണുങ്ങളാരുമില്ലേ? ഉണ്ട്, കൈക്കരുത്തുള്ളവരാണാണ് ഈ കാട്ടുമാക്കാൻ. വേറെ ആണുങ്ങളില്ലേന്നാ ചോദിച്ചത്. ഉണ്ടെങ്കിൽ അവനെ ഇടിച്ച് പദം വരുത്തി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. ഇടിക്കുമ്പോ അവൻ ചത്തുപോയാലോ? കുഴിച്ചിടണം. എന്നിട്ട് ഞങ്ങൾ ജയിലിൽ പോകണം. വേണ്ടി വന്നാ പോണം. 48-ലും 59-ലും എത്രയോ മാസം ജയിലിൽ കിടന്നതിനാ മാഷേ പാർട്ടി എനിക്ക് സീറ്റ് തന്നത്. നാഴേക്ക് 40 വട്ടം നിയമം കയ്യിലെടുക്കരുത് എന്ന് പറയുന്നവർ തന്നെയാണ് ഒരുത്തനെ കൊല്ലാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ജനകീയ ആസൂത്രണം, പാലം പണി, മണ്ണാങ്കട്ട, ഇതിന്റെ ഇടയിൽ ഗുണ്ടകളെ പിടിക്കാനും ഞാൻ തന്നെ പോണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ ആരും മനസ്സിലാക്കണില്ലേ സാർ? സ്കൂളിന് മാത്രമല്ല, വ്യക്തിപരമായിട്ട് എനിക്കും എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും, അങ്ങനെ ആ നാട്ടിലുള്ള എല്ലാവർക്കും നിരന്തരമായിട്ടൊരു ഭീഷണിയാണ് അയാൾ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എനിക്ക് 12:30 മൈലാപ്പാടിലൊരു മീറ്റിംഗ് ഉണ്ട്. ഒന്ന് ചെയ്യാം. പക്ഷെ CM ഇപ്പോൾ ഡയബറ്റിസ് കൂടുതലായിട്ട് ആശുപത്രിയില്ല. അദ്ദേഹം ആശുപത്രിയിൽ ഇറങ്ങിയാൽ ഉടൻ നിങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാം. എന്താ പോരെ? പിന്നെ കാണാം. ഇതിനൊന്നും പരാതിയല്ല കൊടുക്കേണ്ടത്, നല്ല ചുട്ടതല്ല, മർമ്മം നോക്കി അടിക്കണം. പിന്നെ തല പൊന്തരുത്. മാമ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ടൗണിൽ നാളെ ഇറക്കാം. ഏത് സൈസ് വേണമെങ്കിൽ കിട്ടും. അവനെയൊക്കെ നിർത്തി പൊരിച്ച് ഈ മുറ്റത്ത് കൊണ്ട് നിട്ട് തരാം. ഈ ചെരുപ്പ് കച്ചവടം നിർത്തി റൗഡി കച്ചവടം തുടങ്ങിയ അതല്ല മാമ, ഇക്കാലത്ത് തല്ലിയാ തിരിച്ച് തല്ലണം. അത് ഏത് കാട്ടുമാക്കാനായാലും ശരി. നിർത്ത് ഈ കണ്ടണ്ട കാട്ടുമാക്കാനെ? ഇല്ല. ഇല്ലല്ല. എന്നാ ഈ ആരെ പൊരിക്കാനും പറക്കാനും നിക്കണ്ട. തൽക്കാലം നന്നായി കച്ചവടം ചെയ്ത് നല്ല നിലയിലെത്തിയിട്ട് എന്റെ മോളെ നേരെ ചൊവ്വ നോക്കിയാൽ മാത്രം മതി. കൊറേ കാലായില്ലേ എന്റെ മോളെ കെട്ടണമെങ്കിൽ കുതിരവണ്ടി വേണമെന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. അതോ, അത് ഞാൻ ഇവളോടൊരു തമാശക്ക് വെറുതെ പിണങ്ങുന്ന കാണാൻ വേണ്ടിട്ട്. മാമാടെ കുതിരവണ്ടി എനിക്കെന്തിനാ? ഈ വണ്ടി ഒന്ന് ഓടിച്ചേ, നമ്മളൊന്ന് കാണട്ടെ. ഏഴുന്നതിന് മുമ്പ് ഈ കുതിരനെ ഒന്ന് തൊട്ട് തടവ്. ഇന്ന് ഒലങ്കി ഈ ഓടിക്കാൻ പോണെന്ന് അതും കൂടി അറിഞ്ഞോട്ടെ. എന്തേ? അവിടെ നിക്കി. മായമോളെ, മായമോളെ വാ, നമുക്കൊന്ന് കറങ്ങാൻ പോവാ. ഇക്ബാലിക്കാ വണ്ടി ഓടിക്കണേ. ഹായ്, ഞാനും ഉണ്ട്. ഞാനും കൂടെ പോക്കട്ടെ അമ്മേ? ഇപ്പൊ ചേച്ചി എങ്ങടെ പോണേ? ഇങ്ങടല്ല, ഒന്ന് സ്കൂളിന്റെ അപ്പുറം വരെ പോയിട്ട് ഇപ്പൊ വരാം. സൂക്ഷിച്ചു പോണേ. എത്തിയിട്ട് അത്യാവശ്യമുണ്ട്. കൂടുതൽ ആൾക്കാരെ കുത്തിക്കയറാൻ നിൽക്കാതെ പെട്ടെന്ന് വിട്ടെ. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ, അവിടെ ഭയങ്കര കാറ്റാ. അത് പുതിയ കാര്യമൊന്നുമല്ലോ, കാറ്റ് വരും പോകും. ഇപ്പൊ അവിടെ ഗംഗാരേട്ടന്റെ ജീപ്പ് വന്നിരുന്നു. 2-3 കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും വലിയ കാറ്റടിച്ചില്ലെന്നാ പറയാം. എന്തായാലും പോയേ പറ്റൂ. താൻ ജീപ്പ് എടുക്ക്.
എന്നെ അറിയോ? ഇവിടെ എല്ലാരും എന്നെ കാട്ടുമാക്കാൻ എന്നാ വിളിക്കുക. കാട്ടുമാക്കാൻ. മാഷിക്കിന്നെ നന്നായിട്ട് അറിയാം. നമ്മളൊന്ന് പരിചയപ്പെടാൻ കുറച്ച് വൈകിപ്പോയി. ജയിലിലെ ഏമാന്മാരെല്ലാരും പറഞ്ഞ് വല്ലാണ്ട് കുരിയായിപ്പോയി. ഒരു ദിവസം ദൂരത്തുനിന്നൊരു നോട്ടം കണ്ടു. അതോടെ കൊതിയും കൂടി. ഇവിടുന്ന് ചെല്ലുമ്പോ ഏമാന്മാർ ചോദിക്കും, നിനക്ക് പരോള് തന്നിട്ട് വെറുതെ ആയല്ലോടാ. അതുകൊണ്ട് ഈ ഏമാന്മാർ ഈ കാറ്റിന് ഇവിടെ എല്ലാവർക്കും പേടിയാ. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടം. കണ്ടാ, ഇപ്പൊ ഈ കാറ്റല്ലേ എന്നെ എന്റെ മുമ്പ് കൊണ്ടു തന്നത്. കൊല്ലോ കൊല്ലി കൊല്ലി കൊത്ത് കൊത്ത് കൊല്ലി കൊല്ലിയൊന്ന് അറപ്പ് മാറട്ടെ. ഇത് നീ ജയിലിപ്പോ കൊല്ലി കൊല്ലി.
ശക്തിയുള്ള കാറ്റാ മാഷേ. എത്ര കാലായി കാറ്റ് വീശണു, എന്നിട്ടൊന്നും ഈ സ്കൂള് വീണില്ലല്ലോ. ഇപ്പൊ കാറ്റ് വീശിയത് സ്കൂള് വീണു. ഇതിനു വേണ്ടിയാ, ഇവനെ കൊല്ലാൻ വേണ്ടിയാ. ചിരിക്കും മാഷേ, ഉറക്കെ ചിരിക്കും മാഷേ. എല്ലാവരും ഓടിവായോ, നാട്ടുകാരെല്ലാവരും ഓടിവായോ. സ്കൂള് വീണാലെന്താ, കാട്ടുവാക്കാൻ ചത്തില്ലേ? കുട്ടികളെല്ലാവരും വരെ